അടുത്തേക്ക് തന്നെയല്ലേ വരുന്നത്. ഇവിടുന്നല്ലേ അവൾക്ക് പാറുള്ളൂ. അതെ അതെ, നീ ഒന്ന് സന്തോഷായിരിക്കും മുത്തേ. ഇപ്പൊ നോക്കിയാലും ഇങ്ങനെ തന്നെ. How are you all today? We are fine. എടി സൽഫിക്കറേ, നിനക്കൊരു കാര്യം കേൾക്കണോ? ചളിയാണെങ്കിലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം. ഞാൻ സ്കൂൾക്ക് വരുമ്പോഴേ നിന്റെ ചെറിയമ്മ ചോദിച്ചാണ് എന്നോടേ, എന്ത് നീ പഠിച്ചു വലുതായി നിനക്ക് എന്താകാനാ ആഗ്രഹം? എന്നിട്ട് നീ എന്താടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫിൽ പോകുന്നു. എടാ പൊട്ടാ, അതിന് എയർപോർട്ട് വേണം. എടാ മണ്ട, എയർപോർട്ട് അല്ല പാസ്പോർട്ട്. നിന്റെ പാസ്പോർട്ട് കൊണ്ട് നീ എവിടെ പോകും? അതിനാണ് എയർപോർട്ടിൽ. അതിന് എയർപോർട്ട് വേണ്ടേ? അതിന് എനിക്ക് സ്വന്തമായിട്ട് എയർപോർട്ട് ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. എന്താ ടീച്ചറേ? സൈലൻസ്. എടാ കുഞ്ഞാപ്പു, ഇനി മുന്നോട്ടോ, ടീച്ചർക്ക് നല്ല ദേഷ്യം വന്നിക്കണു. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. എടാ മരക്കഴുത, ഇല്ല എന്ന് പറയരുത്. ഇല അങ്ങനെ പറയണം. ഇലയിൽ നിന്നും. വെരി ഗുഡ്. പാറു, വേഗം വാ. ഈ സമയത്ത് ക്ലാസ്സിൽ ആരും ഉണ്ടാവില്ല. കുട്ടികളൊക്കെ പുറത്താകും. മുത്തേ വാ. മുത്തേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? നിനക്ക് നിന്റെ കുട വേണ്ടേ? വേണം പാറു, പക്ഷേ ഒരു പക്ഷേയില്ല. വേഗം വാ, സെൽഫിക്കറിന്റെ കൂടെ വാ. സെൽഫിക്കറി വേഗം നടക്ക്. സെൽഫിക്കറി വേഗം എടുക്ക്. ഇതന്നെ എടുക്കുവിന്റെ ബാഗ്. ഹായ്, എന്റെ കുട. ഇതാ മുത്തേ, പിടിച്ചോ. ഇനി ഇത് മഴ കൊള്ളണ്ട. നിനക്ക് കുട കിട്ടി, ഇനി മണിക്കുട്ടിക്ക് കുടയില്ല. മണിക്കുട്ടിക്ക് മാത്രമല്ല, ഡുണ്ടുവിനും. വേണ്ട പാറു, എന്റെ കുട കിട്ടിയില്ലേ? ഇനി മണിക്കുട്ടിയുടെ കുട അവളുടെ ബാഗിൽ തന്നെ ഇരുന്നോട്ടെ. വെറുതെ അവൾക്ക് പണി കൊടുക്കണ്ട പാറു. മുത്തേ, എനിക്കിത് കേൾക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതല്ല പാറു, മണിക്കുട്ടി കുടയില്ലാതെ നനഞ്ഞു പോയിട്ട് ഞാൻ കുടയുമായി ചെന്നാലേ ചെറിയമ്മ എന്നെ വഴക്ക് പറയില്ലേ? നമ്മളെ കുടയിൽ നിർത്തിയില്ലാന്ന് പറഞ്ഞ്. അതൊരു പോയിന്റാണ് പാറു. അപ്പൊ സെൽഫിക്കർ എന്താ പറയുന്നേ? മണിക്കുട്ടിക്ക് പണി കൊടുക്കണ്ടെന്നോ? പണി കൊടുക്കണ്ടെന്ന് ആരാ പറഞ്ഞേ? പിന്നെന്താ ഒരു വഴി? സെൽഫിക്കർ പറ. ഇന്ന് മുത്തിന് കുട കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ മഴ നനഞ്ഞു വരുന്നത് ഓളെ ചെറിയമ്മ കണ്ടതല്ലേ? അപ്പൊ പിന്നെ ഈ കുടയോ? എടി പൊട്ടത്തി, ഈ കുട ആർക്കും കാണിച്ചു കൊടുക്കണ്ടാന്ന്. ഇന്നത്തെ ഒരു ദിവസം പാൽക്കുട്ടിയുടെ വീട്ടിൽ വെക്ക്. പാൽക്കുട്ടി ആക്കി കൊടുത്താൽ മതി മുത്തിന് വീട്ടിലേക്ക്. അപ്പൊ മുത്ത് മഴ നനയൂല്ല. മണിക്കുട്ടീനെ കുടയിൽ നിർത്തും വേണ്ട. അതെങ്ങനെയുണ്ട്? ഹായ്, ഈ മരത്തലയിൽ മൊത്തം ബുദ്ധിയാണല്ലോടാ. ഇത് ഇനി അങ്ങനെ സോപ്പിടൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇക്ക് എന്നെക്കാളും നല്ല ബുദ്ധിയുണ്ട്. അത് പിന്നെ എനിക്കറിയാലോ, എന്നെക്കാളും മാർക്ക് നീയല്ലേ വാങ്ങല് സ്കൂളില്. എന്നിട്ട് നിന്റെ ഉമ്മച്ചി നിന്നെ 4 പുറം ഇട്ടിട്ട് ഓടിക്കലേ ഇല്ല. എടി പാറു, ഞാനൊന്ന് മനസ്സ് വെച്ചാലേ നല്ലോണം പഠിക്കും. ഞാൻ വേണ്ട വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇന്ന് വേണം വേണമെന്ന് വെക്ക് സെൽഫിക്കറേ. എന്നിട്ട് പരീക്ഷ എഴുതുമ്പോ എനിക്കും കൂടി പറഞ്ഞതാ. എന്നാ പിന്നെ നമ്മക്ക് രണ്ടാക്കും ഫുൾ A+ വാങ്ങാലോ. അങ്ങനെ ഇജിപ്പേ ഓസിന് A+ വാങ്ങണ്ട ട്ടാ. ഇജിപ്പ വാങ്ങണ പോലെ 5-6 മാർക്കൊക്കെ തന്നെ വാങ്ങിയാ മതി. അതന്നെ എനിക്ക് അധികാണ്. ഇവിടെ തന്നെ ഇങ്ങനെ പല്ലും തട്ടി നിൽക്കാതെ വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇക്കുറെങ്ങാനും കണ്ടുകൊണ്ട് വന്നാലേ എനിക്ക് സംശയാകും. മുത്തിന്റെ കയ്യിൽ കൊടയും കണ്ടാലേ. അത് ശരിയാ, നമുക്ക് ഇവിടുന്ന് വേഗം സ്ഥലം കാലിയാക്കാം. അയ്യോ, എന്റെ കൊട ഇതെവിടെ പോയി? പുറത്താണെങ്കിൽ നല്ല മഴയും. ഇനിയിപ്പോ എങ്ങനെ പോകും? ആ മുത്തിന് കുട ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കുടയെങ്കിലും വാങ്ങി പോകാമായിരുന്നു. ഇതിപ്പോ അവളുടെ കുട ഞാൻ ഇക്രുവിനടുത്ത് കൊടുക്കുകയും ചെയ്തു. മണിക്കുട്ടി, എന്താ മണിക്കുട്ടി? ഡുണ്ടു, എന്റെ കുട കാണുന്നില്ല. നിന്റെ കുട എവിടെ പോവാനാ? ബാഗിൽ വേഗം നോക്ക് നീ.
കൊട. നമുക്ക് രണ്ടുപേർക്കും അതിൽ പോവാം. ആ, നമുക്ക് രണ്ടുപേർക്കും നിന്റെ കൊടയിൽ പോകാം. ഞാനാണെങ്കിൽ ആ മുത്തിന്റെ കൊട എടുത്ത് ഇക്രൂനും കൊടുത്തില്ലേ, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ കൊട വന്നിട്ട് എനിക്ക് പോകായിരുന്നു. ആ പെണ്ണിന് കുറച്ച് മഴ കൊള്ളിക്കായിരുന്നു. ഇന്ന് കണ്ടില്ലേ നീ അവള് മഴ നനഞ്ഞു വന്നത്? കണ്ടു. അവള് തണുത്ത് വിറച്ച് ക്ലാസ്സിൽ ഇരിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്? അതെ അതെ, അവൾക്കിട്ട് നല്ല പണി തന്നെയാ കിട്ടിയിരിക്കുന്നത് കൊട പോയത്. ഇനി നിന്റെ മമ്മി ഇപ്പൊ അടുത്ത കാലത്തൊന്നും അവൾക്ക് കൊട വാങ്ങി കൊടുക്കത്തില്ല. അതെ അതെ, അവൾക്ക് ഡാഡിയോട് പറഞ്ഞു കൊടുക്കാനും പേടിയാവും. ഡാഡിയോട് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മമ്മിയുടെ കയ്യിൽ നിന്നും നല്ല ചുട്ട പെട കിട്ടും. കുറച്ച് ദിവസം അവൾ മഴ കൊള്ളട്ടെ, അല്ല മണിക്കുട്ടി? അല്ല പിന്നെ. എന്നാലും നമ്മുടെ രണ്ടുപേരുടെയും കൂടെ എങ്ങനെ പോയി മണിക്കുട്ടി? എന്റെ ബാഗും ബുക്കും ഒക്കെ നനഞ്ഞു. ചിലപ്പോ നമ്മൾ വരാന്തയിൽ ഉണക്കാനിട്ടപ്പോ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവോ? ഇതെന്താ മുത്തേ, വെയിലും മഴയും കുറുക്കന്റെ കല്യാണം നടക്കുന്നുണ്ട് തോന്നുന്നു ട്ടോ. ഡുണ്ടു, അങ്ങോട്ട് നോക്ക്, മുത്തും പാറും വരുന്നു. നടക്ക്, നമുക്ക് വേഗം രക്ഷപ്പെടാം. ആഹാ, എത്ര മനോഹരമായ കാഴ്ച. സൽസിക്കരെ വേഗം വന്ന് നോക്ക്, നല്ല മനോഹരമായ കാഴ്ച. ആ സൽസിക്കർ കൂടെ വരുന്നുണ്ട്, മണിക്കുട്ടി ഓടിക്കോ. മുത്തേ നോക്കടി, രണ്ടും കൂടി ഓടുന്ന വഴി ഇനി പുല്ല് പോലും മുളക്കത്തില്ല. ആഹാ, അവൾ അത്രക്കായോ? ഡുണ്ടു, എന്റെ ബാഗ് ഒന്ന് പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. മണിക്കുട്ടി, അവൾക്ക് കണക്കിന് കൊടുത്തിട്ട് വാ, വേണമെങ്കിൽ രണ്ട് അടിയും കൊടുത്തോ. അയ്യോ, മണിക്കുട്ടി വരുന്നു പാറു. നീ പേടിക്കണ്ട മുത്തേ. നീ എന്തിനാ പേടിക്കുന്നേ? എന്താ മണിക്കുട്ടിയെ, സുഖങ്ങളൊക്കെ തന്നെയല്ലേ? നീ മുത്തേ, നീയും അവളുടെ കൂടെ കൂടി എന്നെ കളിയാക്കുകയാണോ? ഇല്ല മണിക്കുട്ടി, ഞാൻ കളിയാക്കിയില്ല. പിന്നെ നീ എന്താണ് കുടയും ചൂടി നടക്കുന്നത്? ഞങ്ങളുടെ കൂടെ മഴ കൊണ്ടുവാടി. നീ മാത്രം അങ്ങനെ ഇപ്പോ കുടയിൽ നിന്ന് സുഖിക്കണ്ട. വാ, വന്നിട്ട് എന്റെ ബാഗ് പിടിക്ക്, എന്നിട്ട് നടക്ക് നീയും. അത് ശരി, ഞാൻ എന്റെ കുടയിൽ മുത്തിനെ നിർത്തുന്നതിന് നിനക്കെന്താ പ്രശ്നം? അവൾ മഴ നനയാൻ തീരുമാനിച്ചിട്ടില്ല. നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം, അത് മുത്തിനോട് മാത്രം. മുത്തേ, നീ എന്റെ ബാഗ് പിടിക്കുന്നോ? ഞാൻ പിടിച്ചോളാം. മുത്തേ, നീ അവളുടെ ബാഗ് പിടിക്കുന്നില്ല. അവളുടെ ബാഗ് അവൾ തന്നെ സ്വന്തം പിടിക്കട്ടെ. പാറു, ഞാൻ എന്താ ചെയ്യാ? മുത്തേ, നിന്നോടാണ് ഞാൻ പറഞ്ഞത്. എന്റെ ബാഗ് പിടിച്ച് മഴ കൊണ്ട് എന്റെ കൂടെ നടന്നു വാ. അതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ വീട്ടിൽ പോയി മമ്മിയുടെ കയ്യിൽ നിന്നും നിനക്ക് നല്ല അടി വെച്ച് കിട്ടും. നോക്കിക്കോ. പാറു, എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. മുത്തേ, നീ പേടിക്കാതിരിക്ക്. നിന്റെ കൂടെ ഞാനില്ലേ. നീ എന്റെ കൂടെയിലാ നിൽക്കുന്നത്. അതിന് മണിക്കുട്ടിക്ക് എന്താ? മണിക്കുട്ടിയുടെ കൂടെയൊന്നും അല്ലല്ലോ. നീ ഇവിടെ തന്നെ നിന്നാ മതി. മുത്തേ, നിന്നെ